സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ. കേരളത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ സാറിൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ കറങ്ങുകയാണ്. പെന്തക്കോസ്തുകാരെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ചില കമൻറ്റുകൾ ഒരു പെന്തക്കോസ്ത് വേദിയാണെന്ന് ഞാൻ സങ്കല്പിക്കുന്നു. ഇന്നലെ മുതൽ ഞാൻ ആ വീഡിയോ കാണുന്നു. ചെറിയ വീഡിയോ ക്ലിപ്പാണ്. അപ്പോൾ അതിനെക്കുറിച്ച് സമ്മിശ്രമാകുന്ന പ്രതികരണങ്ങളാണ് കണ്ടത്. പല ചാനലുകളും ആ വീഡിയോ എടുത്തിട്ടു. അതിനകത്ത് രാഷ്ട്രീയക്കാരിങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന പ്രതികരണങ്ങൾ ഞാൻ കണ്ടു. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ള ഒരു അഭിപ്രായം പറയുകയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ആദ്യമായിട്ട് CP ജോൺ സാറിൻ്റെ ആ പ്രസംഗം, ആ വീഡിയോ നമുക്കൊന്ന് കാണാം. തെരുവിൽ നിന്ന് പ്രസംഗിക്കുക, അതാണല്ലോ പെന്തക്കോസ്ത് സഭയുടെ പ്രത്യേകത. ഈ സ്റ്റാൻഡൊക്കെ പിന്നെ വന്നത് അല്ലേ? പെന്തക്കോസ്തിലെ പ്രത്യേകിച്ച് നമ്മുടെ അമ്മച്ചിമാര് അവരിൽ നിന്ന് റോഡിൽ നിന്ന് പ്രസംഗിച്ച പ്രസംഗമൊക്കെ നിസ്സാര പ്രസംഗമാണോ? ആരും കേൾക്കാനുണ്ടാവില്ല ചിലപ്പോ. പക്ഷെ അതവർക്ക് പ്രശ്നമല്ല. കേട്ടാലും കൊള്ളാം, കേട്ടില്ലെങ്കിലും കൊള്ളാം, കേട്ടവർക്ക് കൊള്ളാം എന്നുള്ളതാണ് അന്നത്തെ പാസ്റ്റർമാരുടെ രീതി അല്ലേ? കേൾക്കാത്തവർക്ക് പോയി, അത്രയേ ഉള്ളൂ. ഒരിക്കൽ ഒരു മഹാരാജാവ്, ശ്രീമൂല മഹാരാജാവ് പന്തളം വഴി നടന്നു പോയപ്പോ, നിങ്ങൾ ആ പേര് കേട്ടിട്ട്, കാണ്ടമ്മ എന്നൊരു സ്ത്രീയുണ്ട്. കാണ്ടമ്മ വലിയൊരു വർക്കറാണ്. അവര് മഹാരാജാവ് കടന്നു പോകുമ്പോ അവര് പ്രസംഗിച്ചു. ഇന്നത്തെ പോലെ ആരും പിടിച്ചു മാറ്റി തള്ളിയൊന്നും ഇല്ല. പന്തളം ജംഗ്ഷനിൽ ബൈബിൾ പ്രസംഗിച്ചു. അപ്പൊ ശ്രീമൂല രാജാവിന്റെ വാഹനം പോകുമ്പോ രാജാവ് നോക്കി. 100 വർഷം മുമ്പാണ്. അപ്പൊ അവര് രാജാവ് അത് കണ്ടാൽ മതി. രാജാവ് അവരെ എടുത്ത് മാറ്റാനൊന്നും പറഞ്ഞില്ല. ഇപ്പോഴാണ് എടുത്ത് അറിയുവാൻ. പാർട്ടിയുടെ പ്രവർത്തനം പറഞ്ഞു, അവൻ അതൊക്കെ നിർത്തിയപ്പോ കീബോർഡ് വായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ അത് പെന്തക്കോസ്ത് സഭയുടെ കീബോർഡ് വായനക്കാരനാ. അപ്പൊ വാള് താഴെ വെച്ച് കീബോർഡ് എടുത്തു. നല്ലതല്ലേ? അവന്റെ കുടുംബത്തിന് സമാധാനം വന്നില്ലേ? കുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയില്ലേ? അല്ലേ? അപ്പൊ ഇത് സത്യത്തിൽ ഒരു ഗവൺമെന്റിന് ചെയ്യാൻ പറ്റാത്ത കാര്യമല്ലേ? ഒരു ഗവൺമെന്റിന് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഗവൺമെന്റും രാഷ്ട്രീയ പാർട്ടികളും ഞാനടക്കമുള്ള എല്ലാ പാർട്ടികളും പരാജയപ്പെട്ടെടുത്ത് ഒരു സാമൂഹ്യ മാറ്റം സൃഷ്ടിക്കാൻ ഇന്ന സഭ എന്നില്ല, നിങ്ങൾ ഇറങ്ങി ചെന്ന് പ്രവർത്തിച്ചു. ഞാൻ അതിന് നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. ഞാൻ ഈയിടെ വേറൊരു മിനിസ്ട്രിയുടെ പരിപാടിക്ക് പോയപ്പോ അവര് ചെയ്യുന്ന വർക്ക്, ഈ കൊല്ലം തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യയാണ്. പാവപ്പെട്ട ആളിലാണ് ആത്മഹത്യ ചെയ്യുന്നത്, പണക്കാരെ ആത്മഹത്യ ചെയ്തത് നിങ്ങൾ വളരെ കുറവല്ലേ? അല്ലേ? 100 ആത്മഹത്യ നടന്നാൽ അതിൽ പണക്കാരന്റെ ആത്മഹത്യ ഒന്നേ ഉണ്ടാവുള്ളൂ. പാവങ്ങൾ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് വഴക്കുണ്ടാക്കി ആത്മഹത്യ. ഞാൻ അടുത്തിടെ മനസ്സിലാക്കിയ ചില മിനിസ്ട്രികൾ, നിങ്ങൾ ആത്മഹത്യ ചെയ്ത്, അവര് ദൈവികമായിട്ടുള്ള പോയിന്റാണ്, നിങ്ങൾക്ക് മറ്റൊരു ജീവൻ, മറ്റൊരു ജീവിതം സ്വർഗത്തിൽ നിങ്ങൾക്ക് കിട്ടും, ഇവിടെ മരിക്കേണ്ടത് നിങ്ങളെ കൊല്ലം, നിങ്ങൾ സ്വയം മരിക്കരുത് എന്നതായിരിക്കും അവർ പറയുന്ന അവരുടെ ദൈവികമായ ഭാഷ്യമെങ്കിലും എത്രയോ കുടുംബങ്ങൾ ഈ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തതിന്റെ ഫലമായി ഇന്ന് അനാഥരായി തീർന്നിരിക്കല്ലേ? എനിക്കൊരു കുടുംബത്തെ അറിയാം. അമ്മ ആത്മഹത്യ ചെയ്തു, കുറച്ചു ദിവസം കഴിഞ്ഞ് അച്ഛനും ആത്മഹത്യ ചെയ്തു. ഈ കുട്ടികളല്ലേ? അപ്പൊ ഈ നാട്ടിലെ സാമൂഹ്യ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സഭയാണ് പെന്തക്കോസ്ത് സഭ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആരുടെ മുന്നിലും അത് പറയുന്നതിനൊരു പ്രയാസവും ഇല്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞല്ലോ. ഇതൊരു രാഷ്ട്രീയക്കാരൻ ചെയ്ത പ്രസംഗം തന്നെ, യാതൊരു സംശയമില്ല. ചിലരൊക്കെ പറഞ്ഞ അടുത്ത നമ്മുടെ മെയിൻ കൺവെൻഷനുകൾക്കൊക്കെ ഇദ്ദേഹമായിരിക്കാം ഒരു പക്ഷേ പ്രധാനപ്പെട്ട പ്രസംഗകൻ. VD സതീശൻ ഇങ്ങനെ വേദികളിലൊക്കെ സുവിശേഷം പറഞ്ഞ് വന്നതുകൊണ്ട് ഇപ്പോൾ ഇത് ഒരു മെത്തേഡാണ്. പെന്തക്കോസ്തുകാരെ ഒന്ന് സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ, ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഈ അടുത്ത സമയങ്ങളിൽ പല സെക്കുലർ മാധ്യമങ്ങളും പെന്തക്കോസ്തുകാരുടെ പേര് ഒന്ന് പരാമർശിച്ച് പെന്തക്കോസ്തുകാരുടെ ഒരു വ്യൂ സമ്പാദിക്കാൻ, സബ്സ്ക്രിപ്ഷൻ സമ്പാദിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ CP ജോൺ സാറിൻ്റെയും ശ്രമം അതാണോ എന്ന ഒരു ചോദ്യമാണ് ചിലരൊക്കെ പരിഹാസ രൂപേണ ആ വീഡിയോകളുടെയൊക്കെ താഴെ വന്ന് കമൻ്റ് ഇട്ടത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ, VD സതീശനാണെങ്കിലും CP ജോൺ സാറാണെങ്കിലും പഴയ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ ആണെങ്കിലും
ഇവരൊക്കെ പെന്തക്കോസ്ത് വേദികളിൽ പോകുമ്പോൾ നല്ല വാക്കുകൾ പെന്തക്കോസ്തുകാരെ കുറിച്ച് പറയാറുണ്ട്. അത് സ്വാഭാവികമാണ്. കാരണം അവരെ ക്ഷണിച്ചിരിക്കുന്ന ഒരു വേദിയിൽ ചെന്നിട്ട് നിങ്ങൾ മോശക്കാരാണെന്ന് ആരും പറയില്ലല്ലോ. അപ്പോൾ കുറേ നല്ല കാര്യങ്ങളൊക്കെ പറയുന്നത് പതിവാണ്. അത് അവരുടെ ഒരു നല്ല മനസ്സായിട്ട് നമ്മൾ കണ്ടാൽ മതി. അതിനകത്ത് നമ്മൾ വിമർശിക്കാനൊന്നും പോകണ്ട. എന്നാൽ CP ജോൺ സാറിനെ കുറിച്ച് എനിക്ക് തോന്നിയൊരു കാര്യം പറയാം. ഞാൻ ചില മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ മറ്റ് 1-2 വീഡിയോ കണ്ടിരുന്നു. കേരള ക്രൈസ്തവ ചരിത്രത്തെക്കുറിച്ച് ഫേസ് ടു ഫേസ് എന്ന് പറയുന്നൊരു പ്രോഗ്രാമിൽ അദ്ദേഹവും മറ്റൊരു വ്യക്തിയും തമ്മിൽ നടത്തുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് ഞാൻ കണ്ടത്. ക്രൈസ്തവ ചരിത്രത്തെക്കുറിച്ചാണ്. 1-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെയുള്ള കേരള ക്രൈസ്തവ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ് ആ പ്രോഗ്രാമിൽ, ഫേസ് ടു ഫേസ് എന്ന് പറയുന്നൊരു പ്രോഗ്രാമിൽ അദ്ദേഹമാണത് ആങ്കർ ചെയ്യുന്നത്. അപ്പോൾ അന്ന് തന്നെ ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചിരുന്നു. കാരണം ക്രൈസ്തവ ചരിത്രത്തിലൊക്കെ ഒരു താല്പര്യമുള്ള അല്പം അറിവുള്ള വ്യക്തി എന്ന് എനിക്കൊരു മതിപ്പ് അദ്ദേഹത്തെക്കുറിച്ച് ഉണ്ടായി. അപ്പോൾ അതിനുശേഷം ഈ വീഡിയോ കാണുമ്പോൾ പെന്തക്കോസ്തുകാരുടെ ചരിത്രത്തെക്കുറിച്ചും പെന്തക്കോസ്തുകാർ വരുത്തിയ സാമൂഹിക മാറ്റത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അത് കേവലം പെന്തക്കോസ്തുകാരെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊരു വാക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിലപ്പുറമായിട്ട് ഈ ക്രൈസ്തവ ചരിത്രം, കേരള ക്രൈസ്തവ ചരിത്രം പഠിച്ചിട്ടുള്ള, അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഒബ്സർവേഷനാണ് അദ്ദേഹം ഈ ചെറിയ ക്ലിപ്പിലൂടെ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞതൊന്നും തെറ്റല്ലല്ലോ, നല്ല കാര്യമല്ലേ. പെന്തക്കോസ്ത് സമൂഹത്തെക്കുറിച്ച് ഒരു നല്ല വാക്കാണ് പറഞ്ഞത്. അതായത് തെരുവിൽ നിന്ന് പ്രസംഗിക്കുവാൻ അവർക്ക് യാതൊരു മടിയുമില്ലാത്തവരാണ്. പരസ്യയോഗക്കാരാണ് പെന്തക്കോസ്തുകാർ, അതിന് ഒരു സംശയവുമില്ല. പരസ്യയോഗത്തിൻ്റെ മെത്തേഡുകൾ മാറി വരുന്നു. ഞാൻ ഈ അടുത്ത ദിവസം എൻ്റെ പാഠഭേദം എന്ന് പറയുന്ന പ്രോഗ്രാമിന് അതിൻ്റെ താഴെ വന്നിട്ട ഒരു കമൻറ്റിൻ്റെ മറുപടിയായി, അതായത് ആ പാഠഭേദത്തിൻ്റെ താഴെ വന്നിട്ട് ആരോ ഇട്ട കമൻറ്റ്, പാസ്റ്റർ വചനം പ്രസംഗിച്ചാൽ പോരെ, പാസ്റ്റർ എന്തിനാ ഈ സാമൂഹിക വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്? അങ്ങനെ ചോദിച്ച കമൻറ്റിൻ്റെ താഴെ തന്നെ ഒരാളിങ്ങനെ മറുപടി പറയുന്നത് ഞാൻ കണ്ടു. പാസ്റ്റർ ഇപ്പോൾ വൈറലായിരിക്കുന്ന സാമൂഹിക വിഷയങ്ങളിൽ നിന്ന് സുവിശേഷം പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞ ഒരു മറുപടി പറയാം. ഞാൻ ആ കമൻറ്റിന് മറുപടി ഇട്ടു. പക്ഷേ എൻ്റെ മനസ്സ് പറഞ്ഞ ഒരു മറുപടി എന്നെങ്കിലും ഒരിക്കൽ ആസാദിയുടെ പ്രേക്ഷകരോട് പറയണമെന്ന് ആഗ്രഹിച്ച 2 ലൈൻ പറയാം. പാഠഭേദം ശരിക്കും എൻ്റെ പരസ്യയോഗമാണ്. നമ്മൾ ഈ പരസ്യയോഗത്തിന് പ്രസംഗിക്കുന്നത് എങ്ങനെ? പരസ്യയോഗത്തിന് പ്രസംഗിക്കുന്നതും സഭാ ഹാളിൽ പ്രസംഗിക്കുന്നതും രണ്ട് വിധത്തിലല്ലേ. എൻ്റെ ചർച്ച് ഹാളിൽ ഞാൻ വചനം പഠിപ്പിക്കുന്നു, വചനം പ്രസംഗിക്കുന്നു. പക്ഷേ എൻ്റെ പരസ്യയോഗത്തിന് ഞാൻ അങ്ങനല്ല പ്രസംഗിക്കുന്നത്. പരസ്യയോഗത്തിന് ഞാൻ എന്നെ കേൾക്കുന്ന സദസ്സിനെ അളന്ന് മുറിച്ച് അവർക്ക് മനസ്സിലാകുന്ന അവരുടെ ഭാഷയിൽ സംസാരിക്കുന്നു. അപ്പോൾ എൻ്റെ പരസ്യയോഗമാണ് ഈ പാഠഭേദം എന്ന് പറയുന്നത്. CP ജോൺ സാർ പറഞ്ഞത് നമ്മൾ പരസ്യയോഗക്കാരാണ്. തെരുവിൽ എവിടെയും ഏത് മൂലയ്ക്ക് നിന്ന് പരസ്യമായി യേശുവിനെ സംസാരിക്കാൻ ഒരു മടിയുമില്ലാത്തവരാണ് പെന്തക്കോസ്തുകാർ. മാത്രമല്ല വലിയ സാമൂഹിക മാറ്റമാണ് പെന്തക്കോസ്ത് വിശ്വാസത്തിലൂടെ വന്നിട്ടുള്ളത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വടിവാളും കൊണ്ട് നടന്നവൻ കീബോർഡ് വായിക്കുന്നു, ആരാധിക്കുന്നു എന്നൊക്കെ അദ്ദേഹം തന്നെ പറയുമ്പോൾ, ആത്മഹത്യക്ക് പോയവൻ വിടുവിക്കപ്പെട്ട് ഇന്ന് സന്തോഷത്തോടെ പെന്തക്കോസ്തുകാരനായി ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ, നൂറുകണക്കിന് ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ ഈ വിഷയത്തിൽ ലഭിക്കും. അത് ഞാനും അവരിൽ ഒരുവനായിരുന്നു. ഈ സുവിശേഷം കേട്ടത്, ഈ പെന്തക്കോസ്ത് സന്ദേശം കേട്ടതാണ് ജീവിതത്തിൽ മാറ്റമുണ്ടായതെന്ന് പറയും എന്നുള്ളത് ഉറപ്പാണ്. ആ കൊച്ചു വീഡിയോ ക്ലിപ്പ് ഇന്നലെ മുതൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിന് ഒരു പ്രതികരണം ചെയ്യണമെന്ന് ഇന്ന് തോന്നി. അങ്ങനെ തോന്നാൻ കാരണം നെഗറ്റീവായിട്ടുള്ള ഒത്തിരി കമൻറ്റ് ആ വീഡിയോയുടെ താഴെ വരുന്നു. ഇദ്ദേഹം പെന്തക്കോസ്തുകാരെ സന്തോഷിപ്പിക്കാൻ ഇതൊക്കെ പറയുന്നതെന്നുള്ള കമൻറ്റ് വരുന്നു. അങ്ങനെയാണെങ്കിൽ പോലും പറഞ്ഞതൊക്കെ സത്യമാണ്. ഞാനീ പറഞ്ഞതുപോലെ പറഞ്ഞ ആള് ക്രൈസ്തവ ചരിത്രവുമായിട്ടൊരു ബന്ധമുള്ള ആളാണ്. കൃത്യമായ ഒരു ഒബ്സർവേഷനാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്ന ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ഡേ.